പേര് മലയാളികൾക്കെന്നും ആവേശമാണ്. മലയാളികൾക്ക് മാത്രമല്ല, അന്യഭാഷാ സിനിമാ പ്രേമികൾക്ക് ഉൾപ്പെടെ മോഹൻലാൽ എന്ന നടനോട് ആരാധനയാണ്. മോഹൻലാലും സുഹൃത്തുക്കളും ചേർന്ന് 1978 പുറത്തിറക്കിയ തിരനോട്ടം എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. പിന്നാലെ 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ എന്ന നടൻ തന്റെ പേര് മലയാളി മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് ജനപ്രിയ നടനിൽ നിന്ന് സൂപ്പർ സ്റ്റാർ എന്നും താരരാജാവെന്നും ഒക്കെയുള്ള പദവിയിലേക്കുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. എന്നാൽ ഈ പേരുകളൊന്നും അദ്ദേഹം നിഷ്പ്രയാസം നേടിയെടുത്തവയായിരുന്നില്ല. കഠിനമായ അധ്വാനത്തിലൂടെയും പ്രയത്നത്തിലൂടെയുമാണ് അദ്ദേഹം ഇന്ന് നിരവധി പേരുടെ ആരാധനാപാത്രമായി മാറിയിരിക്കുന്നത്. നിരവധി റിപ്പീറ്റ് വാല്യൂള്ള ചിത്രങ്ങൾ മോഹൻലാൽ എന്ന നടന്റെ പേരിലുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങൾക്ക് പുതിയ തലമുറയിൽ പോലും ആരാധകരേറെയാണ്. കാണുന്നവരെ ഒട്ടും അടുപ്പിക്കാത്ത ഒരുപിടി മികച്ച കഥാപാത്രങ്ങളായാണ് അദ്ദേഹം മലയാള സിനിമയിൽ ജീവിക്കുന്നത്. വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു മാജിക് എലമെന്റ് മോഹൻലാൽ ചിത്രങ്ങൾക്ക്, പ്രത്യേകിച്ച് പഴയകാല ചിത്രങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ റിപ്പീറ്റ് വാല്യൂ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ റീ റിലീസുകൾ ആവർത്തിച്ച് ഹിറ്റടിക്കാനുള്ള കാരണവും. റീ റിലീസ് ചെയ്ത സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ എന്നീ ചിത്രങ്ങൾ കോടിക്കിലുക്കവുമായാണ് തിയേറ്ററുകൾ വിട്ടത്. പിന്നാലെ 18 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലെത്തിയ ഛോട്ടാ മുംബൈക്കും മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. തിയേറ്ററുകളിലെത്തിയ തലയും പിള്ളേരും 4 ദിവസം കൊണ്ട് 2 കോടിയിലേറെയാണ് നേടിയിരിക്കുന്നത്. വിരലിൽ എണ്ണാവുന്നതിലും അധികം തവണ ടെലിവിഷനിലടക്കം വന്നുപോയ ചിത്രത്തിലെ ഓരോ ഡയലോഗുകളും ഒരുപക്ഷെ ആരാധകർക്ക് കാണാപാഠമായിരിക്കാം. എന്നാലും തിയേറ്ററുകൾ നിറഞ്ഞ് പ്രദർശനം തുടരുന്നിടത്താണ് മോഹൻലാൽ എന്ന നടന്റെ പ്രേക്ഷക സ്വീകാര്യത തെളിയുന്നത്. മാത്രമല്ല, ഉദയനാണ് താരമെന്ന മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രവും റീ റിലീസിനായി എത്താൻ പോവുകയാണ്. റീ റിലീസുകൾ മാത്രമല്ല, എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾ നിരവധി റെക്കോർഡുകൾ തകർത്താണ് തിയേറ്ററുകൾ വിട്ടത്. ഇരു ചിത്രങ്ങൾക്കും മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വീകാര്യത ലഭിച്ചു എന്ന് മാത്രമല്ല, കോടികളാണ് കളക്ഷനായി നേടിയത്. അങ്ങനെ പുത്തൻ റിലീസുകളും റീ റിലീസുകളുമായി മോഹൻലാൽ അരങ്ങ് വാഴുമ്പോൾ പുതിയ ആഗ്രഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ് ആരാധകർ. മംഗലശ്ശേരി നീലകണ്ഠനെയും കാർത്തികേയനെയും വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണണമെന്ന ആഗ്രഹം ആരാധകർ പങ്കുവച്ചു തുടങ്ങിയിട്ടുണ്ട്. രാവണപ്രഭു, നരസിംഹം ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളാണ് ആരാധകരുടെ പട്ടികയിലുള്ളത്. 1999 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഉസ്താദ് ഇന്നും പ്രേക്ഷകർക്ക് ആവേശമാണ്. രഞ്ജിത്ത് തിരക്കഥയൊരുക്കിയ ചിത്രം സിബി മലയിലാണ് സംവിധാനം ചെയ്തത്. മോഹൻലാലിന്റെ വ്യത്യസ്ത വേഷപ്പകർച്ച ആരാധകരെ ആവേശത്തിലാഴ്ത്തിയെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ വേണ്ടത്ര വിജയം നേടാതെ പോയി. എന്നാൽ ഇന്നിപ്പോൾ ഉസ്താദ് തിയേറ്ററുകളിൽ കാണണമെന്ന ആഗ്രഹം സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ പങ്കുവെക്കുന്നുണ്ട്. 1993 പുറത്തിറങ്ങിയ ദേവാസുരം എന്ന ഹിറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗമായിരുന്നു 2001 പുറത്തിറങ്ങിയ രാവണപ്രഭു. രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിലെ മോഹൻലാലിന്റെ ഡബിൾ റോൾ കണ്ട് നിറഞ്ഞ മനസ്സോടെ ആരാധകർ കൈയടിച്ചു. ചിത്രത്തിലെ ഗാനങ്ങൾ ഉൾപ്പെടെ ഇന്നും പല സന്ദർഭങ്ങളിലും ആഘോഷിക്കപ്പെടാറുണ്ട്. 2000 പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ നരസിംഹം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു. 100 ദിവസത്തിലധികം തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ചിത്രത്തിന്റെ അന്നത്തെ കളക്ഷൻ തന്നെ 22 കോടിയായിരുന്നു. രഞ്ജിത്ത് തിരക്കഥയൊരുക്കിയ ചിത്രം ഷാജി കൈലാസാണ് സംവിധാനം ചെയ്തത്. പൂവള്ളി ഇന്ദുചൂടൻ എന്ന ശക്തമായ കഥാപാത്രമായി മോഹൻലാൽ എത്തിയപ്പോൾ അത് കിടിലൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും തീപ്പൊരി ഡയലോഗുകൾ കൊണ്ടും സമ്പന്നമായി. മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോളും ചിത്രത്തിന്റെ ആവേശമായിരുന്നു. ഇന്നത്തെ കാലത്തെ കുട്ടികളടക്കം ഈ ചിത്രത്തിലെ ഡയലോഗുകൾ കാണാപാഠമായി പറയുന്നുണ്ട്. ചന്ദ്രോത്സവമാണ് പ്രേക്ഷകരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള അടുത്ത ചിത്രം. മോഹൻലാൽ നായകനായ റൊമാൻറ്റിക് ചിത്രത്തിലെ നിരവധി ഡയലോഗുകൾ ഇന്നും പലരും നെഞ്ചിലേറ്റി നടക്കുന്നുണ്ട്. നഷ്ടപ്രണയത്തിന്റെ വേദന അതേ തീവ്രതയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ചിറക്കൽ ശ്രീഹരിക്ക് കഴിഞ്ഞു. രഞ്ജിത്തിന്റെ എഴുത്തും മോഹൻലാലിന്റെ അഭിനയവും ചന്ദ്രോത്സവത്തെ ഇന്നും പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ നിർത്തുന്നുണ്ട്. ഇന്ദുലേഖ എന്ന മീനയുടെ കഥാപാത്രവും രാമനുണ്ണി എന്ന രഞ്ജിത്ത് കഥാപാത്രവും ഇന്നും പ്രേക്ഷകർക്ക് ആവേശമാണ്. അതുപോലെ തന്നെ മുള്ളൻകൊല്ലി വേലായുധനെയും തിയേറ്ററുകളിൽ വീണ്ടും കാണണമെന്ന ആവശ്യം ശക്തമാണ്. ജോഷി സംവിധാനം ചെയ്ത നരൻ എന്ന ചിത്രം 2005 പുറത്തിറങ്ങിയത്. ശേഷം വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ചിത്രത്തിലെ ഗാനങ്ങളും ഡയലോഗുകളും ഇന്നും മലയാളികൾ ഏറ്റുചൊല്ലുകയാണ്. റാഫി മക്കാട്ടിൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഹലോ എന്ന ചിത്രം മറ്റൊരു ഹിറ്റ് ചിത്രമായിരുന്നു. വ്യത്യസ്ത കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാൽ ചിത്രം മുഴുനീള കോമഡിയായിരുന്നുവെങ്കിൽ ക്ലൈമാക്സിനോടടുത്തപ്പോൾ ത്രില്ലർ സ്വഭാവത്തിലേക്കും മാറി. മോഹൻലാൽ ജഗതി കോംബോയിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് ഇന്നും പ്രേക്ഷക പ്രശംസകൾ ലഭിക്കുന്നുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ തിയേറ്ററുകളിൽ വീണ്ടും എത്തിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ആരാധകർ ശക്തമാക്കുന്നത്. അതുപോലെ തന്നെ ചിത്രം നമ്പർ 20 മദ്രാസ് മെയിൽ അടക്കം തിയേറ്ററുകളിൽ വീണ്ടും എത്തിക്കണമെന്ന ആഗ്രഹം പ്രേക്ഷകർ പങ്കുവച്ചു കഴിഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.